ഹായ് നമസ്കാരം. എൻ്റെ പേര് സുശീല ദേവി. മെയ്ഡ് ഇൻ 916 കൊല്ലം കൊട്ടാരക്കര ആൻഡ് പുനലൂർ. ഞാനൊരു നാൽക്കാലിയാണേ. അന്നേരം ഇവിടെ ചോദിക്കും, നാൽക്കാലിക്ക് എന്തോ ഈ വേദിയിൽ സ്ഥാനമെന്ന്. ഞാൻ കണ്ടിട്ടുണ്ട്. ഇരുകാലികൾക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ സ്ഥാനമെന്ന് എനിക്കറിയാം. ഞങ്ങളുടെ എരുത്തിൽ കെട്ടിയിരിക്കുന്നതിൻ്റെ അവിടെ ഒരു ജനലുണ്ട്. ആ ജനലിൽ കൂടെ ഞാൻ നോക്കുമ്പോഴത്തേന് കുറേ മനുഷ്യർ കയറിയിരുന്ന് പെണ്ണുങ്ങൾ എന്തോ ഒരു അമുട്ടും കൊണ്ടുവാടേ പൊട്ടിക്കുന്നത് ഇവിടെ. സത്യത്തിൽ ആ അമുട്ടും കുണ്ടും കേട്ടിട്ടുണ്ടല്ലോ, ഞാൻ അയവറക്കാൻ തന്നെ അങ്ങ് മറന്നു പോകും. എന്നാൽ ഞങ്ങളുടെ കാര്യങ്ങളും പറയാനായിട്ട് ആരെങ്കിലും വേണ്ടേ? അങ്ങനാണ് ഞാൻ ഈ വേദിയിൽ വന്നത്. അവരമുട്ടും കൊണ്ടുവന്ന് പൊട്ടിക്കുമ്പോഴത്തേന് ഒരു പൊട്ടാസെങ്കിലും പൊട്ടിക്കാനായിട്ടൊരു അവസരം തരണേ മാഷേ. എന്നാലൊന്ന് പറഞ്ഞോട്ടെ. ഇതാരായിരിക്കുന്ന താത്തയോ? താത്ത എൻ്റെ അമ്മ പശു പറയാറുണ്ടായിരുന്നു കേട്ടോ, എൻ്റെ അമ്മൂമ്മ പശുവും താത്തയും ഒരു പ്രായമാണ്. അല്ല, അതായത് എൻ്റെ അമ്മൂമ്മ പശു താത്തയുടെ വീട്ടിലായിരുന്നു കേട്ടോ. കൊച്ചുനാളിലൊരു കാര്യമുണ്ട്, വേണ്ടുന്നതെല്ലാം എടുത്ത് കളയുകയും ചെയ്യും, വേണ്ടാത്തതെല്ലാം എടുത്ത് തിന്നുകയും ചെയ്യും. താത്തയ്ക്കുള്ള പണിയാണേ. ഈ താത്തയാണെങ്കിലുണ്ടല്ലോ, തിന്നാനായിട്ട് പഴം കൊടുക്കുമ്പോഴുണ്ടല്ലോ, ആ പഴത്തൊലി എടുത്ത് താത്ത തിന്നിട്ട് പഴമെടുത്ത് എൻ്റെ അമ്മൂമ്മ പശുവിന് കൊടുക്കും. ഇച്ചിരൂടെ കഴിഞ്ഞപ്പോൾ ഉണ്ടടാ, എൻ്റെ അമ്മൂമ്മ പശു അങ്ങ് ചീർത്തും വന്ന് താത്ത മെലിഞ്ഞും വന്നു. ഈ താത്തയുടെ നല്ല നടപ്പ് കാരണമാണെന്ന് തോന്നുന്നു. താത്തയുടെ ബാപ്പയും ഉമ്മയും എന്തോ എന്നറിയാമോ, താത്തയെ പിടിച്ച് ബീരാനിക്കായ്ക്ക് കെട്ടിച്ചും കൊടുത്തിട്ട് എൻ്റെ അമ്മൂമ്മ പശുവിനെ കാതറിക്ക ഉണ്ടായിരുന്ന അവിടെ കയറിട്ട് കെട്ടിച്ചും കൊടുത്തു. ആ കയറിട്ട് കെട്ടിക്കൊണ്ട് ഞാനിപ്പം നിൽക്കുന്ന വീട്ടിലാണേ വന്നത് കേട്ടോ. അവരൊക്കെ എങ്ങനെ പോയി തലമുറയായിട്ട് ഇപ്പം ഞാനാണ് തള്ളപ്പശു. എനിക്കൊരു കൊച്ചു കുട്ടിയുണ്ട്, അവിടെ കണ്ട് നിന്നിരുന്ന് മേയുന്നുണ്ട്. ഇവിടുത്തെ അമ്മ അവിടെ നിന്ന് എൻ്റെ കരയുന്നുണ്ടോ എന്തോ, അവിടെ കേട്ടോ. ഞാനിവിടെ നിൽക്കുന്ന ആ വീട്ടിലെ കാര്യം അങ്ങ് പറയാം. ഇവിടുത്തെ ഒരു അമ്മച്ചി ഉണ്ടല്ലോ, അമ്മച്ചി ഞങ്ങളെ അങ്ങനെയൊന്നും നോക്കത്തില്ല. അവരുടെ വരുമാനം കൂട്ടാനും എൻ്റെ ബോറടി മാറ്റാനും വേണ്ടിയിട്ട് എന്താണെന്ന് അറിയത്തില്ല, ഓരോ വർഷവും ഏതാണ്ടൊക്കെ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നതിൻ്റെ ഫലമായിട്ട് ഞാൻ ഓരോ വർഷവും അവർക്കൊരു പശുക്കുട്ടിയെ വീതം കൊടുക്കുന്നുണ്ട്. ഈ അമ്മച്ചിക്ക് ആകപ്പാട് അറിയാവുന്നത് 2 ഷൂ മാത്രമേ ഉള്ളൂ കേട്ടോ. ഒന്ന് ഷൂ എന്നും പറഞ്ഞ് ഒപ്പിടാനും അറിയാം, പിന്നെ കറക്റ്റ് സമയത്ത് രാവിലെയും വൈകുന്നേരം വന്ന് ഷൂ എന്ന് കറക്കാനും അറിയാം. ഈ കറക്കുന്ന സമയത്ത് എൻ്റെ കുഞ്ഞിനെ എടുത്ത് എൻ്റെ അടുത്തോട്ട് കൊണ്ടങ്ങ് നിർത്തും. നക്കി എൻ്റെ നാക്കും അതുപോലെ എൻ്റെ കുഞ്ഞിൻ്റെ പുറവും അങ്ങ് തേഞ്ഞു പോയി. എന്നാ ഒരു തുള്ളി പാല് അതിന് കൊടുക്കുവോ? അത് കിട്ടുമെന്നും പറഞ്ഞാൽ വരുന്നത്. അവരതെല്ലാം ഊറ്റിയെടുത്ത് നാട്ടുകാർക്കും കൊടുക്കും. പിന്നെ അവരുടെ 2 കൊച്ചുമക്കളുണ്ട് കേട്ടോ. എന്തൊക്കെയാണോ അത് ചീർത്തങ്ങ് കയറി വരുക. പിന്നെ ആ പാടെ ഈ അമ്മച്ചി ഉണ്ടല്ലോ, ഇവിടുത്തെ അമ്മച്ചിക്കൊരു കാര്യമുണ്ട്, അവരെന്തോ സംസാരിച്ചാലും തുള്ളിക്കൊണ്ടേ സംസാരിക്കത്തുള്ളൂ. ഈ അമ്മച്ചിയുടെ തുള്ളൽ കാരണമാണെന്ന് തോന്നുന്നു അവരുടെ മരുമോള് തുള്ളിക്കൊണ്ടങ്ങ് പോയി. പിന്നെ ഈ 2 പേരുടെയും തുള്ളൽ തമ്മിൽ വ്യത്യാസം ഉണ്ടായിരുന്ന ഈ അമ്മച്ചിക്ക് ഓട്ടം തുള്ളലാണെങ്കിൽ മരുമോടെ ശീതങ്കം തുള്ളലായിരുന്നേ. പക്ഷെ അമ്മച്ചിക്ക് ഒറ്റ മോനെ ഉള്ളായിരുന്നു. ആ മോന് ഇഷ്ടം ശീതങ്കം തുള്ളലായതുകൊണ്ട് മാത്രം ആ മരുമോടെ പുറകെ പോയി. പിന്നെ 2 കൊച്ചുങ്ങളുണ്ടായിരുന്നു. ആ കൊച്ചുങ്ങളെ ഇവിടെ നോക്കുന്നത്. പിന്നെ ഞാനുണ്ടായിട്ട് ആ കൊച്ചുങ്ങൾ ഇങ്ങനെ അങ്ങ് നിൽക്കുന്നു. പിന്നെ ഇവിടെ ഒരു ചേട്ടനുണ്ട്, ഇവിടുത്തെ അച്ഛനാണ്. ഈ ചേട്ടനെ എല്ലാവരും പുരുഷോത്തമൻ ചേട്ടനാ വിളിക്കുന്നത്. ഈ പുരുഷോത്തമൻ ചേട്ടനെ കുറിച്ചാണോ എന്തോ ഒരു കവി പാടിയിട്ടുണ്ട്. പ്രസാദം വദനത്തിങ്കൽ കാരുണ്യം ദർശനത്തിലും മാധുര്യം വാക്കിലും ചേർന്ന് ഉള്ളവനേ പുരുഷോത്തമൻ. ഇനി പ്രസാദം കാരുണ്യം മാധുര്യം ആണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, പെണ്ണുങ്ങൾക്ക് ഇങ്ങനെയുള്ള ഗുരുവൊന്നും ഇല്ലേന്നും ചോദിച്ച് എല്ലാ പെണ്ണുങ്ങളോടും ചേർത്ത് ഇങ്ങോട്ട് വന്ന് പങ്കാളിയിടാൻ വന്നേക്കല്ലേ ഒരു കവിയാണ് പാടിയത്. ഈ ചേട്ടനാണെങ്കിൽ വെറും പാവമായിരുന്നു കേട്ടോ. പറയുന്ന പോലെ തന്നെ ഞങ്ങളെ അടുത്തൊക്കെ വന്ന് ഒന്ന് തടവി ഇട്ട് മോളെ എന്നൊക്കെ വിളിച്ചിട്ടാണ് പോകുന്നത്. അമ്മച്ചിക്ക് ഇതൊന്നും പിടിക്കത്തില്ല കേട്ടോ. അമ്മച്ചി പറയും, നിങ്ങൾക്ക് ജോലിക്ക് പോയിക്കൂടെ മനുഷ്യാന്ന് ചോദിക്കും. ഊക്കൻ ചീത്തവിളിയാണ് ഈ അമ്മച്ചിക്ക്. അമ്മച്ചിയുടെ ചീത്തവിളി കേട്ടിട്ടാണോ എന്തോ ഒരു ദിവസം ഈ ചേട്ടൻ്റെ ചെവി അടിച്ചുപോയി ചേട്ടൻ ഹോസ്പിറ്റലിൽ ചെന്ന് ENT കാണാനായിട്ട് ചെന്നപ്പം ENT ഡോക്ടർ പരിശോധിച്ചിട്ട് ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ്റെ ചെവിയിലെ ഒരു സാധനം അങ്ങ് അടിച്ചുപോയെന്ന്. ചേട്ടൻ ചോദിച്ചു, എന്തോ ഡോക്ടറെ അടിച്ചുപോയത്? ചേട്ടൻ്റെ ചെവിയിലെ കോഗ്ലി അടിച്ചുപോയെന്ന്. ചേട്ടന് ഒന്നുമേ മനസ്സിലായില്ല. ഡോക്ടറെ, ഈ കോഗ്ലി അടിച്ചു പോയാൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? അന്നേരം ഡോക്ടർ പറഞ്ഞ് പിന്നൊന്നും കേൾക്കത്തില്ലെന്ന്. അപ്പോഴത്തേന് ചേട്ടൻ പറഞ്ഞു, ഡോക്ടറെ, ആ പഴയ കോഗ്ലിയ അവിടെ തന്നെ ഇരിക്കട്ടെ, ഇനി വേറൊന്നും ബിറ്റ് ചെയ്യണ്ട, അവളുടെ ചീത്തവിളി അതോ പിന്നെ എനിക്ക് കേൾക്കണ്ടല്ലോ എന്ന്. ഈ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറേ ശത്രുക്കളുണ്ട് ഇവിടെ കേട്ടോ.
കുറെ പൂവൻകോഴികളും പെടക്കോഴികളുണ്ട്. ഈ തള്ള കുറെ വളർത്തുന്നുണ്ട്. എൻ്റെ കൊച്ചിന് കാടിയിൽ ഒരു പറ്റു പോലും കിട്ടത്തില്ല. വറ്റെല്ലാം കൂടെ ഊറ്റിയാറ്റത്താണ് കോഴിക്ക് കൊടുക്കുന്നത്. രാവിലെ ആകുമ്പോഴത്തേന് ഈ കോഴികളെയൊക്കെ അങ്ങോട്ട് തുറന്നു ഇടും. അത് കഴിഞ്ഞിട്ട് കുറെ പൂവൻകോഴികൾ, എൻ്റെ അമ്മോ എന്തോ ഒരു അട്ടകാസവും ബഹളമെന്നറിയാമോ. ഞങ്ങളാണെങ്കിൽ ഈ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ പുല്ലൊക്കെ തിന്നിട്ട് പിന്നെ അയവിറക്കിയിട്ട് ഒന്ന് വിശ്രമിക്കാമെന്നും പറഞ്ഞിരിക്കുമ്പോഴായിരിക്കും ഇവന്മാരുടെ അട്ടകാസം. ഈ അട്ടകാസവും ബഹളവും കേട്ടിട്ട് ഇങ്ങനെ ഞങ്ങൾ നോക്കുമ്പോഴത്തേന് ഒരു കണ്ടംപൂച്ച പറയും, നീ കിടന്ന് അട്ടകസിച്ചോടാ, എപ്പോഴാണോ എന്തോ വല്ലവൻ്റെ വായിലോട്ട് കയറി പോകുന്നത്. ഈ സാധാരണ വൈകുന്നേരം ഈ കോളേജ് വിട്ട് വരുന്ന പെൺപിള്ളേരുടെ ഇടയിൽ കൂടെ കയറി ഒരു കസർത്ത് കാണിക്കുന്ന കുറെ ഞൊടിയന്മാരില്ലേ, ആ ഞൊടിയന്മാരുടെ കൂട്ടാണ് ഈ പൂവൻകോഴി. അതുപോലെ തന്നെ ഈ ഫാഷൻ പരേഡുകളിൽ ഒരു ഉടുപ്പുമില്ലാതെ ഞെളിപിരി കൊള്ളുന്ന കുറെ സൈസുകളുണ്ട്. അതുപോലെയുമാണ് ഈ പൂവൻകോഴികളെ. പിന്നെ ഇവന്മാർക്കൊരു ഡാൻസ് ഉണ്ട്. ഈ മൈക്കിൾ ജാക്സന്റെ ഏതാണ്ടൊരു ഉണ്ടല്ലോ മൂൺ വാക്കിങ് പോലെ ഇങ്ങനെ ചെയ്തിട്ട് പിടകൾ എന്തോ പിടച്ചോ എന്തോ. സത്യത്തിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ മാഷേ, ഈ പൂവൻകോഴികളെയാണോ കെട്ടിയിടേണ്ടത്, ഞങ്ങളെയാണോ? എന്തിനാ ഞങ്ങളെ ഇങ്ങനെ കെട്ടിത്തിടുന്നത്? ഞങ്ങൾ ഇവിടെ അവിടെ നിന്ന് ഞങ്ങളെ അഴിച്ചു വിട്ടാൽ ഞങ്ങൾ അവിടെ നിന്നങ്ങ് മേഞ്ഞോളും. ഇവന്മാരെന്തുവാ ഈ കാണിക്കുന്നത്? ഇതൊന്നും കാണാതെ കെൽപ്പില്ലാതെ ഞങ്ങൾ കണ്ണടച്ചങ്ങ് അയവിറക്കാൻ തുടങ്ങും. ഇനി പറഞ്ഞ് ഈ വീട്ടിലെ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞോളൂ, ഞങ്ങളുടെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഞങ്ങൾക്കും ഉണ്ടേ സന്തോഷങ്ങളും ദുഃഖങ്ങളും, അതൊക്കെ പറയണ്ടേ. ഞാനൊരു കാര്യം ചോദിച്ചട്ടെ, നിങ്ങൾ ഈ മനുഷ്യർ ഈ കൊച്ചുങ്ങളെ പ്രസവിക്കുമ്പോഴത്തേന് നിങ്ങൾ ഏതാണ്ടൊക്കെ സ്വീറ്റ് കോൺട്രിബ്യൂഷനൊക്കെ നടത്തുമല്ലോ. എന്തോന്ന് സീറ്റ് കോൺട്രിബ്യൂഷൻ? ഈ കന്നുകാലിക്ക് എന്തുവാ ഇംഗ്ലീഷ് അറിയാമോന്ന് ചോദിക്കും. പിന്നെ ഇല്ലയോ, ഇവിടെ തമ്മച്ചി ഉണ്ടല്ലോ, ഞങ്ങളെ പുല്ല് തിന്നാനായിട്ട് ഒരു CBSE സ്കൂളിന്റെ ബാക്കിലോട്ടാണ് കൊണ്ടുകെട്ടുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പുല്ലും തിന്ന് പിന്നല്ല അതും കൂടെ അങ്ങ് പഠിച്ച് ഇംഗ്ലീഷ് കൂടെ അങ്ങ് പഠിച്ച്. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് ഇടയ്ക്കൊക്കെ കയറി വരും. ഒന്ന് ക്ഷമിച്ചേക്കണേ. പിന്നെ നിങ്ങൾക്കൊരു കാര്യമുണ്ട്, ഈ കുട്ടികൾ ഇച്ചിരിയുടെ ഒരു 28 കെട്ടോ, നൂല് കെട്ട്, ചരട് കെട്ട്, 28 കെട്ട്, 4 കെട്ട്, എന്തോരം കെട്ടാടേ കെട്ടുന്നത്. ഞങ്ങൾ പ്രസവിക്കുമ്പോൾ ആരെങ്കിലും അറിയാറുണ്ടോ? ഞങ്ങൾക്ക് ആരെങ്കിലും മുട്ടായി തരാറുണ്ടോ? ഇല്ല. ഈ നൂല് കെട്ട് പോയിട്ട് ഒരു നൂൽബന്ധം പോലും ഞങ്ങൾക്കുണ്ടോ? പ്രസവിക്കുന്ന അന്ന് മുതൽ അവസാനം വരെ നൂൽബന്ധം പോലും ഇല്ലാതിരിക്കാനാണ് ഞങ്ങളുടെ വിധി. ഞാൻ ഈ നാൽക്കാലികളെ കുറിച്ചൊക്കെ പറയുമ്പോഴത്തേന് എന്നെ എടുത്ത് നാൽക്കാലി വികസന കോർപ്പറേഷൻ്റെ ചെയർമാനൊന്നും ആക്കിക്കളയല്ലേ. എനിക്ക് ഇതൊന്നും താങ്ങാനായിട്ടുള്ള ശേഷിയില്ല. ഈ തള്ള കറന്ന് എൻ്റെ കാൽസ്യം മൊത്തം പോയി. നേരെ നിൽക്കാൻ പോലും എനിക്കൊക്കത്തില്ല. എന്നാൽ എന്തെങ്കിലും കാൽസ്യം തരുമോ? അതും ഇല്ല. ഇവർ കറന്നുകൊണ്ടങ്ങ് പോത്തേളൂ. അത് അവരുടെ വരുമാനത്തിൻ്റെ മാർഗം കൂട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ എൻ്റെ മനസ്സിൽ കുഞ്ഞു മനസ്സിൽ ഒരു തള്ളപ്പശുവിൻ്റെ മനസ്സിൽ തോന്നുന്നതായിരിക്കും. എൻ്റെ കുഞ്ഞ് ഇവിടെ കിടന്ന് കരയുന്നുണ്ട് കേട്ടോ. എൻ്റെ കുഞ്ഞ് നീ അവിടെ കിടക്കുന്നോ? ഇച്ചിരി എനിക്ക് നിനക്ക് വന്ന് പാപ്പം തരാനായിട്ട് ഞാൻ മനുഷ്യരല്ല കേട്ടോ. നീ പാപ്പം തിന്നില്ലെങ്കിൽ പിന്നെ ഏതാണ്ട് ഒരെണ്ണം ഉണ്ടല്ലോ മൊബൈൽ, അത് കാട്ടിത്തരാനും എൻ്റെ ഇല്ല കേട്ടോ. നീ അവിടെ നിൽക്കി, ഇച്ചിരി കറക്റ്റ് സമയമാകുമ്പോഴത്തേന് തള്ള വരും, ഇവിടോട്ട് വന്ന് നിർത്തിക്കോളും, തന്നെ ഞാൻ നക്കിക്കോളാം. ഒരു സിനിമ എടുക്കാനായിട്ട് ആഗ്രഹമുണ്ട് നാൽക്കാലികൾക്ക് വേണ്ടി മാത്രം. അതിനുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒന്നും നമുക്കില്ല എങ്കിലും ഒരു ഹെഡ് മാത്രമേ ഉള്ളൂ. നിങ്ങളങ്ങ് ആക്കിക്കോ. ഒരു ഫിനിക്സ് ഗേളിന്റെ കോഞ്ഞാട്ട ജീവിതം ഇതേ നമുക്കൊക്കൂ. ഇതിന്റെ ഹെഡ് മാത്രമേ നമുക്കൊക്കൂ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞങ്ങൾക്കൊരു കുടുംബം ഉണ്ടോടെ? ഡെയിലി ന്യൂസ് അറിയാനായിട്ടൊരു കുടുംബശ്രീ ഉണ്ടോടെ? കളിച്ചുല്ലസിച്ച് അടിച്ച് പിരിയാനായിട്ടൊരു ഭർത്താവ് ഉണ്ടോടെ? പടക്കം പൊട്ടിക്കാനായിട്ടൊരു അമ്മായിയമ്മ ഉണ്ടോടെ? ഞങ്ങൾക്ക് കതിനാവടിക്ക് തിരികൊളുത്താനായിട്ട് ഒരു മൂട് നാത്തൂനുണ്ടോടെ? എൻ്റെ കുഞ്ഞു കിടന്ന് വീണ്ടും കരയുന്ന അവിടെ നിൽക്കു വച്ചേ, ഞാൻ ഇച്ചിരി കഴിഞ്ഞിട്ട് വരാൻ, കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പിന്നെ നിങ്ങൾക്ക് പ്രസവിച്ച് വളർത്തി വലുതാക്കിയിട്ട് ഒരു 10, 15, 17 വയസ്സാകുമ്പോഴത്തേന് അതിൻ്റെയൊക്കെ വായിരിക്കുന്ന കേട്ട് സഡേഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് ജീവിതം കോഞ്ഞാട്ടയാക്കാൻ നിങ്ങൾക്കല്ലേ ഒക്കത്തുള്ളൂ. ഞങ്ങൾക്ക് അങ്ങനെയുള്ളൊരു ജീവിതമേ ഇല്ല. ഞാൻ വിചാരിച്ചല്ല, ഞങ്ങൾ സാധാരണയായിട്ട് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാനാണ് വന്നത്. ഞങ്ങളുടെ തലയിലെഴുത്ത് മാറാനായിട്ട് എവിടെ ആപ്ലിക്കേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു വന്ന ഞാൻ ഇപ്പോൾ ചോദിക്കുന്നു, നിങ്ങളുടെ തലയിലെഴുത്ത് മാറാൻ എവിടെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതെന്ന്? മനുഷ്യ, ഹേ മനുഷ്യ, വലിച്ചെറിയോ നിന്റെ മുഖം മൂടി. Once upon a time, once upon a time.